ഹായ് എവരി വൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ജാൻമണി ദാസ് അങ്ങനെ എയറിലായ കാര്യം എല്ലാവരും അറിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവം ജാൻമണി തന്നെ വരുത്തി വെച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് ജാൻമണിയുടെ വായിന്ന് വരുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജാൻമണി സുപരിചിതമാകുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അന്ന് ബിഗ് ബോസിലായിരുന്ന സമയത്ത് വാവിട്ട വാക്ക് കാരണം ഒരുപാട് തവണ എയറിൽ കയറിയ വ്യക്തിയാണ് ജാൻമണി. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് ഈ ജാൻമണി മലയാളം പ്രോപ്പർ അല്ല. പുള്ളിക്കാരി ഗുജറാത്തി എന്തോ ആണ്, ഇവിടെ വന്ന് ചേക്കേറിയതാണ്. ഇവിടെ വന്ന് മലയാളം പഠിച്ചതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ജാൻമണിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഒരു ലൈസൻസ് ഇല്ലാത്ത കാര്യമാണ്. ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് അഭിഷേകിനെ കുറിച്ചൊക്കെ എന്തൊക്കെ അലിഗേഷൻ ആണ് ഇറക്കിയിരുന്നത് ജാൻമണി. അവൻ എന്നെ കയറി പിടിച്ചു വന്ന രീതിയിലൊക്കെ ജാൻമണി പറഞ്ഞുണ്ടാക്കി. അനീഷിനെ കുറിച്ചും പിന്നെ ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവനാണല്ല പെണ്ണാണ്. അതൊക്കെ ഭയങ്കര വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ കാര്യങ്ങളായിരുന്നു. നാവിന് ഇല്ലല്ലാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് സ്ഥിരം എയറിലാവുന്നത് ജാൻമണിയുടെ ഒരു ഹോബി തന്നെയായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളിക്കാരി സ്ഥിരം എയറിലാവുന്നത് ഒരു പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ ആ സമരത്തിന്റെ കാര്യങ്ങളൊക്കെ, നീറ്റ് എക്സാമിന്റെ അനുബന്ധിച്ചിട്ടുള്ള ആ ഒരു സമരം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ആ ഒരു ഭാഗമായിട്ട് രഞ്ജിനി ഹരിദാസിനോടൊപ്പം ജാൻമണി പങ്കെടുക്കാൻ പോയിരുന്നു. അങ്ങനെ അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു നെഗറ്റീവ് ഇമേജ് ജാൻമണിക്ക് മാറി മറിയുകയായിരുന്നു. അതുവരെ കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകള് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ജാൻമണിയെ നോക്കി കൈയടിക്കുകയായിരുന്നു. പക്ഷെ എത്രയൊക്കെ പോസിറ്റീവ് കിട്ടിയിട്ടും പുള്ളിക്കാരി എപ്പോഴും ചങ്കരൻ തെങ്ങി തന്നെ എന്ന് കേട്ടിട്ടില്ല, അതുപോലെയായിരുന്നു. എത്രയൊക്കെ നല്ലത് പറഞ്ഞാലും ജാൻമണി വാ തുറന്ന അപ്പൊ പോയി. അങ്ങനെ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ നടന്ന സമരം പിൻവലിച്ചു, പല കാര്യങ്ങളും ഗവൺമെന്റ് അംഗീകരിക്കാനും സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഓൺലൈൻ മീഡിയ ജാൻമണിയെ പോയി ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂക്കിടെ ജാൻമണിയുടെ വായിൽ നിന്ന് വന്ന ചില വാക്കുകളാണ് ഇപ്പൊ പ്രശ്നമായത്. എന്തായാലും വേറെ കയറാൻ കാരണമായിട്ടുള്ള ജാൻമണിയുടെ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു തരാം. ഈ കേരളത്തിലെ ബിജെപി പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. അങ്ങനെ ബിജെപി വന്നത്തില്ലേ പ്രശ്നം തുടങ്ങും. കണ്ടില്ലേ 2014 ബിജെപി വന്ന് ഈ ദേശ് ഖത്തറെ മേ ഹൈ, ഹിന്ദു ഖത്തറെ മേ ഹൈ, മന്ദിർ ഖത്തറെ മേ ഹൈ, हम लोग खतरे में 2014 മോഡില് നമ്മൾ ഈ ഖത്തറൊക്കെ ഹില്ലറിയുടെ പാർട്ടിസിപ്പന്റ് ആണ്. എപ്പോഴും ഇങ്ങനെ കളിയാക്കണേ ഇരിക്കുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? കാരണം മോദി ബിജെപി ഞാൻ ചീത്താന്ന് ഞാൻ പറയില്ല. കാരണം എന്താ പറയുക, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാവുന്ന ടൈമില് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ലല്ലോ. അതാണ്, ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല. ഈ നമുക്ക് പലർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. കേരളത്തിൽ BJP വന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ അതിവിടെ പൊതുവെ പലർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ്. ഇത് കഴിഞ്ഞ് ചില കാര്യങ്ങൾ ജാൻമണി പറയുന്നത് അവിടെയാണ് ജാൻമണിക്ക് പാളിപ്പോയത്. ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947, നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിച്ച് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാഷ് ചെയ്യുന്ന വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കണം എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട്? രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ ബിജെപി പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ഇവിടെയാണ് ജാൻമണിക്ക് പാളിപ്പോയത്. അവസാനം പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ? ആ ലാസ്റ്റ് പറഞ്ഞ കാര്യം കേട്ടപ്പോ എനിക്ക് ശരിക്കും ഹെലനോസ് പാട്ടാനെയാണ് ഓർമ്മ വന്നത്. പണ്ട് ഹെലനും ജാസിയും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഹെലന് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പോ? ഏത് ഫ്രണ്ട്ഷിപ്പ്? ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം സാധനമാണ് ഇവിടെ ജാൻമണി അടിച്ചത്. എന്തായാലും ഞാൻ വേണമെങ്കിൽ അതിന്റെ ട്രോൾ വീഡിയോ ഉണ്ട്, അതൊന്ന് പ്ലേ ചെയ്ത് തരാം. നിന്നെ ഞാൻ ഇന്നലെ അതിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന്? നീ എന്റെ വയസ്സിന് എത്രയോ മൂത്താണ്, നിന്നെ ബഹുമാനിക്കേണ്ട കാര്യം നിനക്കില്ല. ഒന്നാമത്തെ കാര്യം. ഫ്രണ്ട്ഷിപ്പ് ഏത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്? ഏത് ഫ്രണ്ട്ഷിപ്പാ ഞാനും നീയും തമ്മിലുള്ളത്? ഫ്രണ്ട്ഷിപ്പ് എന്താണ് അതറിയുന്നു എനിക്ക്. നിനക്ക് തരാം. ഇത് ഏതൊരു ട്രോൾ ചാനലിൽ വന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ജാൻമണി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മോദിയുടെ അച്ഛൻ മരിക്കുന്നത് 1947 പക്ഷെ മോദി ജനിക്കുന്നത് 1956. മോദിജി ജനിക്കുന്നത് മോദിജിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് 3 വർഷം ശേഷമാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞതിലുള്ളത്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അങ്ങനെയാണ് ജാൻമണി ഇവിടെ ചോദിക്കുന്നത്. ആക്ച്വലി ജാൻമണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇവിടെ തെറ്റാണ്. ഒരിക്കലും മോദിയുടെ അച്ഛൻ മരിക്കുന്നത് 1947 അല്ല, 1989 മോദിയുടെ അച്ഛൻ മരിക്കുന്നത്. എന്തോ ബോൺ ക്യാൻസർ എങ്ങാണ്ട് വന്നാണ് മരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് എങ്ങനെ ശരിയാവും ജാൻമണി? അപ്പൊ ഈ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. മോദിയുടെ അച്ഛൻ 1947 മരിച്ചതെന്നും പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വെച്ചുതരാം.
मोदी जी के पिताजी आजादी के आंदोलन में जेल में गए और वहीं आंदोलन के दौरान उनकी मौत हो गई। मैं ये सोच रहा था, जब उनकी मौत 1947 से पहले हो गई तो मोदी जी का जन्म 1950 में कैसे हुआ? सॉरी, वो किसी की पोल नहीं खोलनी चाहिए, बट भक्तों लगे। അപ്പോൾ ജാൻമണി പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഈ പുള്ളിക്കാരനും പറയുന്നത്. എന്തായാലും ജാൻമണിക്ക് അറിയത്തില്ലേ മോദിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന്. പിന്നെ എന്താണ് ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരുപാട് പേര് ഇപ്പം ജാൻമണിക്കെതിരെ ആളുകൾ കൊണ്ടുപോയി കേസ് കൊടുത്തെന്തെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ജനൻ ടിവിയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കതൊന്ന് കണ്ടു. ഈ 2 ദിവസമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം ജാൻമണി എന്ന് പറയുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ അമ്മയെ പറ്റിയിട്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ അപവാദ പ്രചാരണം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP അടക്കമുള്ളവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ആദ്യ പരാതി എത്തിയിട്ടുള്ളത്. യുവമോർച്ചയുടെ മീഡിയ സെൽ കൺവീനർ കൂടിയായിട്ടുള്ള എസ് നന്ദു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. അതൊരു വെറും പരാതിയായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. ജാൻമണിയുടെ സാമ്പത്തിക സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ കേസെടുത്ത് കൃത്യമായ നടപടി എടുക്കണമെന്ന് രഞ്ജിനി ഹരിദാസ് ഇതിന്റെ ഇടയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. എന്തായാലും ജാൻമണിക്കെതിരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേസ് പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇനി അതിന്റെ വരും വരായികളൊക്കെ ജാൻമണി ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജാൻമണി മോദിജിയെ അഭിമാനിച്ചതിന് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവത്തില്ല. അതന്നെയാണ് കാരണം. ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാകുമ്പോ എങ്ങനെയാണ്, ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പത്തിന് അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കായിട്ടില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടർ പറഞ്ഞ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry. And I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ. കാരണം എനിക്ക് ഒരു ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ പോയി പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരെ കഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. ഡിലീറ്റ് ആക്കിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ പറഞ്ഞ കാര്യം ഡിലീറ്റ് ആക്കിയാലും അവിടെ തന്നെ ഉണ്ടാവും. ഇത് മറ്റേ പേളിമാണിയെ കുറിച്ച് പറഞ്ഞ പോലെ ആയിപ്പോയില്ല. പേളിമാണി ചെയ്ത് കണ്ടില്ലേ, ഡൽഹിയിൽ പ്രൊട്ടക്ഷന് പോയ ആൾക്കാർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അത് കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും അത് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായപ്പോൾ വീണ്ടും അത് അപ്ലോഡ് ചെയ്തു. എനിക്കതാണ് ജാൻമണിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ചിലരുടെ ഒരു വിചാരമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആക്കിയാൽ അത് അവിടെ തീർന്നു എന്നാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അവിടെ തന്നെ. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയി എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇതാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനിവൺ because it's not deliberately ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇപ്പൊ ജസ്റ്റ് രണ്ടാമത് സംസാരിച്ച് അതന്നെ അതിലെ ഈ കാര്യം
വന്നത്. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയോ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അതേ ടൈമിലാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നതിന് മുമ്പ് ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള മനസ്സ് ജാൻമണി കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായതായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്തായാലും ഇത്രയൊക്കെ ആയാലും ഇനി കുറച്ച് നാള് ആരെയും കുറിച്ചൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നതായിരിക്കും ജാൻമണിക്ക് നല്ലത്. ഇനി അതവിടെ കിടക്കുന്ന ജാൻമണിയുടെ കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തത് വലിയൊരു വിഷപ്പാമ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. TG മോഹൻദാസ്. ഈ പുള്ളിക്കാരനെ കുറിച്ച് പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2-3 ദിവസമായി ഡൽഹിയിൽ ആ ഒരു സമരത്തിനൊക്കെ പങ്കെടുത്ത കുട്ടികൾക്കെതിരെ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്ന് ആ പിള്ളേർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു ഇദ്ദേഹം. ഇയാൾ തുപ്പുന്ന വിഷങ്ങൾ എന്റെ പൊന്നോ അതിഭീകരമാണ്. അത് കണ്ട് കൈയടിക്കാൻ കുറെ തീട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കോപം. കഴിഞ്ഞ ദിവസം ഈ മൂപ്പര് ഡൽഹിയിൽ പങ്കെടുത്ത ആ ഒരു പെൺകുട്ടികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടുവാ. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ഇത് പറയുക? ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ പെൺകുട്ടികളാ, 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നില്ല. അകത്ത് ടീഷർട്ട് പോലെ എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ലേ. എന്നിട്ട് ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്. നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കഷ്ടിച്ചു മുഖവും കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്. ബാക്കി മുഴുവൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കോ, നെഞ്ച് കാണുന്നു. ഇവർ തന്നെ പരിസ്ഥിതിവാദികളായിട്ട് ഇറങ്ങും. എന്നിട്ട് മരത്തെ കെട്ടിപ്പിടിക്കും. അപ്പോഴും ക്യാമറ ഇങ്ങനെ. ഇവർ തന്നെ മൃഗസ്നേഹികളായിട്ട് ഇറങ്ങും. പട്ടിയെ തലോടും. അപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് ക്യാമറ ഇവിടെ നിന്ന്. വാട്ട് നോൺസെൻസ്. ഇതൊക്കെ വിദ്യാർത്ഥികൾ അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് കയറിയാകത്തെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി വിടണം. എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്? ഈ വയസ്സാം കാലത്ത് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മനുഷ്യനാണ്. ഒരു ക്യാമറയും യൂട്യൂബ് ചാനലും കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. പക്ക ഒരു കിളവ മൂട് വർത്താനല്ലേ. സമരത്തിന് വരുന്ന പെൺകുട്ടികളൊക്കെ മോഡേൺ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഇയാൾക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇയാൾ പറയുന്നത് സാരിയും ചുരിദാറും ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം സമരത്തിന് പങ്കെടുക്കാൻ. അല്ലാത്ത പെൺകുട്ടികളൊക്കെ മറ്റേ ആവശ്യത്തിന് വരുന്ന പെൺകുട്ടികളാണ്. കിളവന് ഒരു പണിയില്ലേ? നിങ്ങൾക്ക് കുയിലേക്ക് കാലം നീട്ടിയിരിക്കുമല്ലേ നിങ്ങൾ? ആ പേരക്കുട്ടികളെയും കളിപ്പിച്ച് അവിടെങ്ങാനും മൂലക്ക് ഇരിക്കാനുള്ള എങ്ങനെ തോന്നി ഇമാതിരി യൂട്യൂബ് ചാനലൊക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സദാചാരം വിളമ്പാൻ? എനിക്കൊരു ഉറപ്പില്ലേ? എടാ, കേരളം അല്ലാതെ ഡൽഹിയാണ്. അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ്. എവിടെ ഇനി കേരളം വിട്ട് പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോയിട്ട് വേണ്ട ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ മീഡിയാസിൽ വന്നിരുന്ന് കുറെ പേര് ഇങ്ങനെയൊക്കെ ഓരോ സംസാരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ടാണ് വന്നിരുന്ന ഇയാള് സദാചാരം പറയുന്നത്. ഒന്നാമത് ഈ പിള്ളേര് സമരത്തിന് ഇറങ്ങിയത് തീരെ പിടിച്ചിട്ടില്ല. കാരണം ഇയാളൊരു കട്ടസംഖ്യയാണ്. അപ്പോ ഈ ഡൽഹിയിൽ വരുന്ന പെൺകുട്ടികളെല്ലാം ഈ ബലാത്സംഗം ആസ്വദിക്കാൻ വരുന്നവരാണെന്നാണ് പറയുന്നത് ഇയാൾ. ശരിക്കും ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ ഇയാൾക്കെതിരെ കേസ് എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇയാൾ പറയുന്നതൊന്ന് കേട്ടു നോക്ക്. ബലാത്സംഗം കൂട്ട ബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ ഒരു ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിന്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയുള്ള, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും ഡിങ്കിടി ഡിങ്കിൻ ഡിങ്കിഡിങ് ഡിങ്. കണ്ടില്ലേ, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണെന്ന്. ഇതൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഇയാളുടെ വീട്ടിലില്ലേ പെൺകുട്ടികൾ? ഇയാൾ തന്നെ അസല് ഞരമ്പ് രോഗിയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിനുള്ള തെളിവ് തന്നെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം ഇയാളൊരു വൃത്തികെട്ടവനാണ്. എന്തായാലും ഇയാളെ എനിക്ക് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. ഇയാളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഇയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കണം. കാരണം ഇയാളാള് ശരിയല്ല. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ സോഷ്യൽ മീഡിയ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ എന്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിക്കുകയാണ്. ഇത്ര എരണം കെട്ട ഒരാളെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് കേട്ടപ്പോ എനിക്ക് ഇതും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.